കടത്തിന്റെ പേരിൽ കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്രത്തിന്റെ പൊതുകടത്തിന്റെ വർധനയുടെ നിരക്ക് കേരളത്തിന്റെ ഇരട്ടിയിലേറെയാണ്. പുതിയ കണക്ക് പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പൊതുകടം 176 ലക്ഷം കോടി രൂപയാണ്. മുൻ സാമ്പത്തിക വർഷം 141 ലക്ഷം കോടിയായിരുന്നു. വർധനവ് 25%. 2023-2024 സാമ്പത്തിക വർഷം കേരളത്തിന്റെ കടം 4.02 ലക്ഷം കോടി രൂപയായിരുന്നു. ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 1.48 ലക്ഷം കോടിയും കടത്തിന്റെ വർധന 11.23% മാത്രം. കഴിഞ്ഞ സാമ്പത്തിക വർഷം പലിശയ്ക്കായി 26,843.18 കോടിയാണ് കേരളം ചെലവഴിച്ചത്. ഈ വർഷം പ്രതീക്ഷിക്കുന്നത് 28,694.24 കോടിയും. കേന്ദ്രമാകട്ടെ ഈ സാമ്പത്തിക വർഷം മാത്രം 11.6 ലക്ഷം കോടിയാണ് വായ്പാ തിരിച്ചടവ് നൽകേണ്ടത്. റവന്യൂ വരുമാനത്തിന്റെ 36%-ഓളം കേന്ദ്രം പലിശ വീട്ടാൻ ചെലവഴിക്കുമ്പോൾ കേരളം നൽകുന്നത് 20% മാത്രമാണ്. കേന്ദ്രത്തിന്റെ പ്രതിഷ്ഠിത GDP 326 ലക്ഷം കോടിയിൽ 54% കടമാണ്. കേരളത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ GDP 11.74 ലക്ഷം കോടിയാണ്. GSDPയുടെ അടിസ്ഥാനത്തിലുള്ള കടം 34% മാത്രം. ഈ സാമ്പത്തിക വർഷത്തെ പ്രതിഷ്ഠിത GDP 13.11 ലക്ഷം കോടിയും. എന്നിട്ടും കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയാണ്. അതേസമയം നിലവിലെ 176 ലക്ഷം കോടിക്ക് പുറമെ ഈ സാമ്പത്തിക വർഷം 6.61 ലക്ഷം കോടി കടമെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്തതിനാണ് കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്. വികസന പദ്ധതികൾക്ക് പണം സ്വരൂപിക്കാൻ കേന്ദ്രം ഇതേ മാതൃകയിൽ കടമെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ നൽകിയ തുകയെങ്കിലും കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം നിരസിച്ചിട്ടുണ്ട്. ധനസഹായത്തിനും കേരളത്തോട് വിവേചനമാണ്. 10ാം ധനകമ്മീഷനിൽ കേന്ദ്ര വിഹിതത്തിന്റെ 3.9% കേരളത്തിന് അനുവദിച്ചതെങ്കിൽ 15ാം കമ്മീഷനിൽ അത് 1.9% മാറ്റി. കേന്ദ്ര ധനസഹായത്തിൽ കേരളത്തിന്റെ വാർഷിക വളർച്ച 9.1% മാത്രം. UPക്കും തെലങ്കാനയ്ക്കും 53, മഹാരാഷ്ട്രയ്ക്ക് 32 എന്നിങ്ങനെയൊക്കെയാണ്. ദേശീയ തലത്തിൽ ചെലവിന്റെ 62% സംസ്ഥാനങ്ങളുടെ തലയിലാണ്. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് വരുമാനത്തിന്റെ 37% മാത്രവുമാണ്.